നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കാർ സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ മകന് ഗുരുതര പരിക്ക്. ആയൂർ ഇളമാട് സ്വദേശിനി പങ്കജാക്ഷിയാണ് മരിച്ചത്. ആയൂർ ഇളമാട് റോഡിലായിരുന്നു അപകടം. കായലിൽ കുളിക്കാനിറങ്ങിയ 4 അംഗ സംഘത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു. നീണ്ടകര മാമൻതുരുത്ത് സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥി മിലനാണ് മരിച്ചത്. ഒരാളെ അതിഥി തൊഴിലാളി രക്ഷപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം. സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബിൽ പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ. വിശദമായ വാർത്തകളിലേക്ക്. കാർ സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ മകന് ഗുരുതര പരിക്ക്. ആയൂർ ഇളമാട് സ്വദേശിനി പങ്കജാക്ഷിയാണ് മരിച്ചത്. മകൻ മഹേഷിന് ഗുരുതരമായി പരിക്കേറ്റു. കാർ മതിലിടിച്ച് നിയന്ത്രണം വിട്ടാണ് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞത്. ആയൂർ ഇളമാട് റോഡിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച ശേഷം സ്കൂട്ടറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഇളമാട് ക്ഷേത്രമുക്ക് ആക്കാപ്പുകയിൽ വീട്ടിൽ പങ്കജാക്ഷി മരിച്ചു. കൂടെയുണ്ടായിരുന്ന മകൻ മഹേഷിനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആയൂർ ഭാഗത്തു നിന്നും ഇളമാടിലേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിലെ മതിലിടിച്ച് നിയന്ത്രണം വിടുകയായിരുന്നു. എതിർദിശയിൽ വന്ന പങ്കജാക്ഷിയും മകനും സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിലേക്കാണ് കാർ മറിഞ്ഞത്. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചാണ് കാർ നിന്നത്. സുഖമില്ലാതിരുന്ന ബന്ധുവിനെ കണ്ട് മടങ്ങുന്നതിനിടെയാണ് അമ്മയും മകനും അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറും സ്കൂട്ടറും തകർന്നു. കാറിലുണ്ടായിരുന്നവർ അപകടത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഇവരെ പോലീസ് പിടികൂടി. കോട്ടയം സ്വദേശികളാണ് കാർ ഓടിച്ചിരുന്നത്. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് കഴുത്തിന് പരിക്കേറ്റു. പൂയപ്പള്ളി ചടയമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായലിൽ കുളിക്കാനിറങ്ങിയ 4 അംഗ സംഘത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു. നീണ്ടകര മാമൻതുരുത്ത് സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിലനാണ് മരിച്ചത്. ഒരാളെ അതിഥി തൊഴിലാളി രക്ഷപ്പെടുത്തി. മാമൻതുരുത്തിന് സമീപം അഷ്ടമുടിക്കായലിൽ ദേശീയപാത നിർമ്മാണ കമ്പനി നടത്തുന്ന ഡ്രഡ്ജിംഗ് സ്ഥലത്തിന് സമീപമാണ് കുട്ടികൾ കുളിക്കാനിറങ്ങിയത്. നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ ബിജു മെനാൻസി ദമ്പതികളുടെ മകൻ കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മിലനാണ് മുങ്ങി മരിച്ചത്. മാമൻതുരുത്തിന് സമീപം ദേശീയപാത നിർമ്മാണ കമ്പനി വിശ്വസമുദ്ര നടത്തുന്ന ഡ്രഡ്ജിംഗ് സ്ഥലത്തിന് സമീപമാണ് കുട്ടികൾ കുളിക്കാനിറങ്ങിയത്. ഇതിനിടയിൽ മിലനെ കാണാതാവുകയായിരുന്നു. 2 പേർ കരയ്ക്ക് കയറി. ഒരാൾ മുങ്ങിത്താഴ്ന്നത് കണ്ട് സമീപമുണ്ടായിരുന്ന അതിഥി തൊഴിലാളി ഡ്രഡ്ജർ വഴി റോപ്പ് ഇട്ട് നൽകി കരയ്ക്ക് കയറ്റുകയായിരുന്നു. രക്ഷപ്പെട്ട കുട്ടികൾ ഭയന്ന് കൂടെ മറ്റാരും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ 4 പേർ ഉണ്ടായിരുന്നെന്ന അതിഥി തൊഴിലാളി പറഞ്ഞതനുസരിച്ച് പഞ്ചായത്ത് അംഗം ജോളി പീറ്ററും നാട്ടുകാരും വീടുകൾ കയറി കുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ചു. CCTV പരിശോധിച്ചു. തുടർന്ന് മിലനെ കാണാനില്ലെന്ന് ഉറപ്പാക്കുകയായിരുന്നു. ചവറ പോലീസ് എത്തി മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോഴാണ് മിലൻ ഒപ്പമുണ്ടായിരുന്നുവെന്നും കായലിൽ കാണാതായ വിവരവും അറിഞ്ഞത്. അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് രാത്രി വൈകി മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബില്ല് പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബജറ്റിൽ നിർദ്ദേശിക്കുകയും ബിൽ തയ്യാറാക്കി വെക്കുകയും ചെയ്ത ശേഷം പാർട്ടിയിലും മുന്നണിയിലും ആലോചിച്ചേ തീരുമാനമെടുക്കൂ എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനാണെന്ന് മുൻമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. UDF സർക്കാർ ഇക്കാര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം. ഞങ്ങള് വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോർട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേകം ഫണ്ട് കൊടുത്തിട്ട് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ, വസ്തുതയല്ലാത്ത കാര്യങ്ങൾ തന്റെ ആർഗ്യുമെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്തു.
അപ്പോൾ അതിന്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു ശീലമാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിയമം നിർമ്മിക്കാനായിട്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഉൾപ്പെടുത്തും. എന്നിട്ട് UDFന്റെ നേതാക്കന്മാർ പലരും പറയുന്നത്, കോൺഗ്രസിന്റെ മന്ത്രിമാർ തന്നെ അല്ലെങ്കിൽ UDFന്റെ മന്ത്രിമാർ തന്നെ പറയുന്നത്, ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കുള്ളൂ, ഞങ്ങൾ നയമെടുത്തിട്ടേ നടപ്പിലാക്കുള്ളൂ എന്ന് എക്സൈസ് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഗവർണറുടെ അസന്റിന് പോകും, അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും. പിന്നെ അതിനകത്ത് വലിയ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇത് നടപ്പിലാക്കുന്നതിന്, വിൽക്കുന്നതിന്. അപ്പൊ അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചർച്ചയ്ക്ക് പ്രസക്തി? ആ ചർച്ച UDFനകത്ത് നടക്കുന്നതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചർച്ച നടക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോ നേരത്തെ തന്നെ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്, പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേരത്തെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നല്ലോ. അവർ തന്നെ പറയുന്നു 3 വർഷം 4 വർഷമായിട്ട് ഇത് LDFന്റെ ഗവൺമെന്റിന്റെ അടുത്ത് ഫയൽ വന്നു, മാർക്കറ്റിൽ വന്നില്ല. മാർക്കറ്റിൽ വരാതിരുന്നത് മാർക്കറ്റിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇതിന് നികുതി നിശ്ചയിക്കാതിരുന്നത്. അപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. പ്രമുഖമായ 2 പത്രങ്ങൾ ഇന്ന് ഈ വാദം ശക്തിപ്പെടുത്തി ഈ മദ്യം വന്നോട്ടെ അല്ലെങ്കിൽ മദ്യം ഇവർ വന്നുകൊണ്ടതിനകത്ത് കുഴപ്പമില്ലാന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. അങ്ങനെ 3 വർഷമോ 4 വർഷമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നികുതി ഞങ്ങൾ നിശ്ചയിക്കാതിരുന്നതാണ്. അത് ഞങ്ങൾ നികുതി നിശ്ചയിക്കുമോ എന്നുള്ള സംശയം നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞിരുന്നു. വലിയ അഴിമതി നടക്കാൻ പോവാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു, പിന്നെ ചില വലിയ കുത്തക കമ്പനികൾക്ക്, മദ്യ കമ്പനികൾക്ക് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം എന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങളെ പറ്റി അറിയാം, അങ്ങനെയൊക്കെ നികുതി നിശ്ചയിച്ചാലുണ്ടാവുന്ന അപകടങ്ങളെ പറ്റി അറിയാം. അദ്ദേഹമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്തത്. എന്നിട്ട് UDF ചർച്ച ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കൂ എന്ന് പറയുന്നതിന് വിരുദ്ധമായി ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയി. കാരണം എറിഞ്ഞ കല്ല് പോലെ തന്നെയാ, പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ. എറിഞ്ഞ കല്ല് പോലെയാണ്. നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും എന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നീട് എത്ര മാറ്റി പറഞ്ഞാലും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ നിയമം ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. അങ്ങനെ നിയമമായിട്ട് പോവാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് ഇത്തരം ഒരു ഡെഫിനിഷൻ ക്ലോസ് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു. അതിൽ ഓപ്പറേറ്റിംഗ് പാർട്ടിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ ഓപ്പറേറ്റിംഗ് പാർട്ട് എന്ന നിലയിലേക്ക് നികുതി നിശ്ചയിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചില്ല. അത് ഫിനാൻസിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സസിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അസംബ്ലിയിൽ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് പൊതുരേഖയായി മാറുമെന്നിരിക്കെ അതിനുശേഷം UDFലോ മുന്നണിയിലോ ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് വെക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നവർക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും PM ശ്രീയുടെ കാര്യത്തിലും ആ വീര്യവും താല്പര്യവും കാണുന്നില്ല. വൻകിട മദ്യക്കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിലും ഓർഡിനൻസുകളിലും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ കൊണ്ടുവരികയും അത് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിനെ പഴിചാരുകയും ചെയ്യുന്നത് UDF സർക്കാർ പതിവാക്കിയിരിക്കുകയാണെന്നും KN ബാലഗോപാൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ. പനയം സ്വദേശി ബിജു ആണ് അറസ്റ്റിലായത്. കാവനാട് സ്വദേശി സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളെ റിമാൻഡ് ചെയ്തു. അടഞ്ഞുകിടന്ന വീടിന് മുന്നിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശക്തികുളങ്ങര ഇടപ്പാടം വയൽ വാഴങ്ങൽ വീട്ടിൽ സുരേഷ് ബാബുവിനെയാണ് കഴിഞ്ഞ ദിവസം താന്നിക്കമുക്ക് ജംഗ്ഷനിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയായ പനയം വരമ്പുകാലിൽ കൈപ്പള്ളിത്തോട്ടിൽ ബിജുവിനെയാണ് അഞ്ചാലുമൂട് പോലീസ് പിടികൂടിയത്. സുരേഷ് ബാബു രാത്രിയിൽ സ്ഥിരമായി കിടന്നുറങ്ങിയിരുന്നത് അടഞ്ഞുകിടന്ന വീടിന് മുന്നിലായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ സുരേഷ് ബാബുവും ബിജുവും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ബിജു ഓടും ഇഷ്ടികയും കൊണ്ട് സുരേഷ് ബാബുവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ റോഡിലൂടെ പോയവരാണ് മൃതദേഹം കണ്ടത്. പുൽപ്പായ കൊണ്ട് ശരീരം മറച്ച നിലയിലായിരുന്നു.
പോലീസിന്റെ പരിശോധനയിൽ സുരേഷ് ബാബുവിന്റെ തലയ്ക്ക് മാരകമായി മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു എന്ന് കണ്ടെത്തി. അഞ്ചാലുംമൂട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജയകുമാറിന്റെ നേതൃത്വത്തിൽ സമീപത്തുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് ബിജുവാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഗാർഹിക പീഡനങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കും. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനുള്ള തെളിവാണ് ആറ്റുകാലിലെ ഗാർഹിക പീഡനം മൂലം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നിരന്തരം മാനസിക ശാരീരിക പീഡനത്തിനും ക്രൂരമായ മർദ്ദനത്തിനും ഇരയാകുന്ന പെൺകുട്ടികളോട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ മനോഭാവം ഖേദകരമാണ്. പെൺകുട്ടികളോട് സഹിച്ചു നിൽക്കാൻ മാതാപിതാക്കൾ പറയരുത്. നിയമം കൊണ്ട് നമുക്ക് ശിക്ഷിക്കാൻ കഴിയും, പക്ഷേ പ്രതിരോധം ആവശ്യമാണ്. ഈ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കർശന നിയമ നടപടിക്ക് വിധേയമാക്കി ആശ്വാസം കൊണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ബോധവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞത്. കാരണം സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ കുടുംബങ്ങൾക്കൊക്കെ മാറ്റം വരണം. ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ശാരീരികമായ മാനസികമായ പീഡനം അനുഭവിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് കഴിയുമെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ സഹിച്ചു നിൽക്കാൻ പറയുന്നു എന്നുള്ള നിലപാട് ഒരിക്കലും ശരിയല്ല. പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യവും അതിനുള്ള ധൈര്യവും നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇനി ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും സംഭവം ഗൗരവകരമാണെന്നും നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. നിരന്തരമായി പീഡനത്തിന് ഇരയാകുന്ന മാനസികവും ശാരീരികവുമായ ക്രൂരമായ മർദ്ദനങ്ങൾക്കടക്കം വിധേയമാകുന്ന കുട്ടികളോട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയുന്ന മനോഭാവം മാതാപിതാക്കൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വലിയൊരു ബോധവൽക്കരണത്തിന് സംസ്ഥാന വനിതാ വകുപ്പ് ആലോചിക്കുകയാണ്. ആവർത്തിച്ചിട്ട് ഒരു മുഴം കയറിലോ അല്ലാതെയോ ഒക്കെ ജീവൻ ഒടുക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ എത്രമാത്രം മാനസിക വേദന അനുഭവിച്ചിട്ടായിരിക്കും. ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ കർശന നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സബർമതി അക്ഷര പുരസ്കാരം വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയുടെ വായനോത്സവത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം വിതരണം ചെയ്തത്. സബർമതി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വായനോത്സവത്തോടനുബന്ധിച്ചാണ് സബർമതി അക്ഷര പുരസ്കാര വിതരണം നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ചു. സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമഞ്ജിത് മിഷ അധ്യക്ഷത വഹിച്ചു. സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി VR ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. സബർമതി അക്ഷര പുരസ്കാര നിർണയ സമിതി ചെയർമാൻ V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദീപ ഹരീന്ദ്ര, ആദർശസ്, അനു ചോതിവിള, ലീലാകൃഷ്ണൻ കിളിമംഗലം എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ B മോഹൻദാസ്, നഗരസഭാ കൗൺസിലർ S സിംലാൽ, കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി അരുൺ ഭാരതിയൻ, ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി രാജേഷ് പുലരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. കുലശേഖരപുരം കുറുങ്ങപ്പള്ളിയിലാണ് ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതേ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചു. കരുനാഗപ്പള്ളി കുലശേഖരപുരം കുറുങ്ങപ്പള്ളി 9-ാം വാർഡിലാണ് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചു. ടവർ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായി കുഴിയെടുക്കാനെത്തിയവരെ പ്രദേശവാസികൾ തടഞ്ഞതിനെ തുടർന്നാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചത്. ഇൻഡെക്സ് കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മണ്ണ് നീക്കിയതിനെ തുടർന്ന് സമീപവാസിയായ തുളസിയുടെ വീടിന്റെ ചുറ്റുമതിലിന് കേടുപാടുകൾ സംഭവിച്ചു. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവം അറിഞ്ഞ് കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി. ടവർ നിർമ്മാണത്തിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇൻഡസിന്റെ ഒരു മൊബൈലിന്റെ ഒരു ടവർ വരുന്നത് ഇൻഡസ് കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാരുടെ ശക്തമായ എതിർപ്പാണ്. കാരണം നമുക്കറിയാം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു കാരണമാണ് ഈ ടവർ. ഈ ജനതയോടമായിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കുറുങ്ങപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പം അവരുടെ പ്രതിഷേധം വകവെക്കാതെ ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല. അത് നമ്മൾ ഏതറ്റം വരെയും ഇത് സ്ഥാപിക്കുന്നതിനെതിരായിട്ട് നമ്മൾ ഏതറ്റം വരെ നമ്മളത് പോയി നമ്മൾ പ്രതികരിക്കും. അപ്പം ഈ കൂട്ടായ്മയുടെ കൂടെ
നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി നേരത്തെയൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട. കാര്യം അതൊക്കെ ഒരു പൈസ കൊടുത്ത് അത് നിയമപരമായിട്ട് അവരത് മാറ്റിയെടുത്തിട്ടുണ്ട്. കാര്യം പലയിടത്തും വരുമ്പോൾ ഈ പഞ്ചായത്ത് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പലയിടത്തും ഇത് സ്ഥാപിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ അവരുടെ ഇംഗിതത്തിന് വടക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്ത് ഈ ഒരു ടവർ സ്ഥാപിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മൊത്തം രോഗികളാണ്. എല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഓപ്പറേഷൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരും തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ പേര് ഇവിടെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ ടവർ വരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷന്റെ വീടുകളുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഈ 60 വയസ്സിന് മുകളിലുള്ള എല്ലാ ഹാർട്ട് പേഷ്യൻ്റ് കൂടുതലും എല്ലാവർക്കും രോഗങ്ങളുള്ളതാണ്. ഈ പുള്ളിക്കാരന് ഈ ഉടമയുടെ പേരിൽ ഇഷ്ടം പോലെ വസ്തുക്കളുള്ളതാണ്. അവർക്ക് അവിടെ എത്രയോ ആൾക്കാർ ജനവാസം ഇല്ലാത്ത ആ ഏരിയയിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു സമ്മതപത്രം പോലും ഈ അയലത്തുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കാതാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാളുകൊണ്ട് ഇത് പോച്ച പറിച്ച് നല്ലതായിട്ട് നിന്നിട്ട് പോലും ഒരു പാമ്പിന്റെ ശല്യം എല്ലാം ഉണ്ടായിട്ട് പോലും ഈ പുള്ളിക്കാരൻ തിരിഞ്ഞു പോലും നോക്കാത്ത ഏരിയയിലാണ് ഇപ്പൊ ടവർ എന്ന കാര്യം വന്ന് ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അതിനെന്തായാലും ഞങ്ങൾക്ക് ഈ ഏരിയയിൽ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി NSS താലൂക്ക് യൂണിയന് 6,30,00,000 രൂപയുടെ ബജറ്റ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് കരുനാഗപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെ ബജറ്റ്. 6,30,00,000 രൂപയുടെ ബജറ്റാണ് യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ അവതരിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള അധ്യക്ഷത വഹിച്ചു. അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാഗർ പ്രാസംഗം പറഞ്ഞതുപോലെ ഈ നഗരമധ്യത്തിൽ 25 സെന്റ് സ്ഥലം കരസ്ഥമാക്കാനും നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. പക്ഷേ ആ സ്ഥലം എന്നും വാഴ നട്ട് പഴക്കൊല വെട്ടുന്നതിന് വേണ്ടി അല്ല നമ്മളത് സ്വന്തമാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു മന്ദിരം ഉയർന്നു വരണം. അതെങ്ങനെയാണ് നമുക്ക് കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗാംഗങ്ങൾക്ക് വിവാഹം, ചികിത്സാ ധനസഹായം എന്നിവ നൽകുന്നതിന് 4 ലക്ഷം രൂപ വീതവും ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് 18 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ 2 ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപയും സർവീസ് ദ്വൈവാരികയ്ക്ക് 6 ലക്ഷം രൂപയും വനിതാ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് 1 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. 25-26 വർഷത്തിൽ 572 രൂപ മുന്നിരിപ്പ് ഉൾപ്പെടെ 82,1,710 രൂപ ആകെ വരവും 82,1,374 രൂപ ആകെ ചെലവും 336 രൂപ നീക്കിയിരിപ്പുമാണുള്ളത്. 2026-27 വർഷത്തേക്ക് 336 രൂപ മുന്നിരിപ്പ് ഉൾപ്പെടെ 6,29,64,336 രൂപ ആകെ വരവും 6,29,63,200 രൂപ ആകെ ചെലവും 1,136 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഡ്ജറ്റിൽ വിവിധ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഉണ്ണികൃഷ്ണപിള്ള സ്വാഗതവും യൂണിയൻ പ്രൊബേഷണൽ ഇൻസ്പെക്ടർ S സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അങ്കനവാടിയിലേക്ക് ശേഖരിച്ച വസ്ത്രത്തിൽ നിന്നും 5 പവൻ സ്വർണം കണ്ടെത്തി. കൊല്ലം ശക്തികുളങ്ങര ഡിവിഷനിലെ ഹരിതകർമ്മസേന വസ്ത്രം ശേഖരിച്ചപ്പോഴാണ് സാരിയിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണം കണ്ടെത്തിയത്. സ്വർണം നഷ്ടപ്പെട്ടെന്ന പരാതിയിൽ ഉടമ എത്തിയതിനെ തുടർന്ന് സ്വർണം തിരികെ നൽകി. ഹരിതകർമ്മസേനയുടെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവുമായി ബന്ധപ്പെട്ട് ശക്തികുളങ്ങര 2ാം ഡിവിഷനിലെ പുറത്തെടുത്ത് അങ്കനവാടിയിൽ ശേഖരിച്ച തുണികളിൽ നിന്നാണ് 5 പവൻ സ്വർണം കണ്ടെത്തിയത്. സാരിയിൽ പൊതിഞ്ഞു വെച്ച നിലയിലായിരുന്നു സ്വർണം. സ്വർണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി ഉടമ വന്നതിനെ തുടർന്ന് കൗൺസിലറിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളായ ബിൻസി, സോണി, സ്റ്റെല്ല, ശുഭ, കവിത എന്നിവർ ചേർന്ന് പരിശോധന നടത്തി. തുടർന്ന് സ്വർണം ഉടമസ്ഥന് തിരികെ നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കാർ
സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ മകന് ഗുരുതര പരിക്ക്. ആയൂർ ഇളമാട് സ്വദേശിനി പങ്കജാക്ഷിയാണ് മരിച്ചത്. ആയൂർ ഇളമാട് റോഡിലായിരുന്നു അപകടം. കായലിൽ കുളിക്കാനിറങ്ങിയ 4 അംഗ സംഘത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു. നീണ്ടകര മാമൻതുരുത്ത് സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥി മിലനാണ് മരിച്ചത്. ഒരാളെ അതിഥി തൊഴിലാളി രക്ഷപ്പെടുത്തി. വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനം. സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. അസംബ്ലിയിൽ ബിൽ പാസാക്കിയാൽ അത് പൊതുരേഖയായി മാറും. വൻകിട മദ്യ കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്നതാണ് സർക്കാർ നയമെന്നും ബാലഗോപാൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.